എല്ലാ മെൻസസ് സംബന്ധമായും ഗർഭാശയ സംബന്ധമായും ഡോക്ടർമാർ കുറിച്ചു തരുന്ന സിന്തറ്റിക് ഹോർമോണുകളാണ്. മിറ്റോസിസിന്റെ എണ്ണം വേഗം കൂട്ടും, വേഗം വാർദ്ധക്യം ഉണ്ടാവും, വേഗം മരിക്കും. 2, കഴിക്കാൻ കൊടുക്കുന്ന വാനില മുതലായവയുടെ എസൻസുകൾ മുഴുവൻ സിന്തറ്റിക് എസൻസ്. മിക്കവാറും പാല് വരെ, ഇപ്പോൾ ഏറ്റവും വില കുറച്ചെത്തിയിരിക്കുന്ന പാല് വരെ സിന്തറ്റിക്കാണ്. അതിന്റെ ഉപയോഗം കൊക്കോക്കോളയും തംസപ്പും പോലുള്ളത്, ഫ്രൂട്ട് ജ്യൂസുകൾ എന്ന പേരിൽ വിൽക്കുന്ന ജ്യൂസുകൾക്ക് അകത്ത് ചേർത്തിരിക്കുന്ന പല ടേസ്റ്റേഴ്സും സിന്തറ്റിക്. ഈ സിന്തറ്റിക് ഭക്ഷണങ്ങൾ ചില്ലറയൊന്നുമല്ല രോഗത്തെ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് പഴയ വാർദ്ധക്യ സഹജങ്ങളായ രോഗങ്ങളെല്ലാം ഇന്ന് കുട്ടികൾക്കാണ്. വൃദ്ധന്മാർ, പ്രായമായവർ നടത്തിയിരുന്ന എല്ലാ ഇടപാടും ഇന്ന് വീടുകളിൽ കുട്ടികളാണ് നടത്തുന്നത്. ശരിയല്ല. എവിടെ വീട് വാങ്ങിക്കണം, ഏത് മുറി വേണം, ഏത് ബെഡ്റൂം ആക്കണം, അതൊക്കെ ഇന്ന് വീടുകളിൽ 5-8 വയസ്സുള്ള പിള്ളേരാണ് തീരുമാനിക്കുന്നത്. എന്ത് പാചകം ഇന്ന് വേണം, എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, എന്താണ് ഡ്രസ്സ് വാങ്ങിക്കേണ്ടത് ഒക്കെ പിള്ളേര് തീരുമാനിക്കുക. വയസ്സന്മാരെയൊക്കെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ അടിച്ചു. ശരിയല്ല. മക്കള് തീരുമാനിക്കുന്ന ഇന്ന് തന്തമാരി ചെയ്യുന്നത്. കാരണം അവർക്കായിരുന്നു വിവരം കൂടുതലെന്നാണ് വെയ്പ്പ്. എൻ്റെ മോൻ കമ്പ്യൂട്ടറിൽ കയറും, 5 വയസ്സേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദിൽ കൊണ്ടുപോയത്, തിമിരത്തിന് ഓപ്പറേഷനാണ്. 5 വയസ്സുള്ളവന്റെ പ്രായം കോശ സംബന്ധമായി സൈറ്റോളജിക്കലായി അളന്നാൽ 80 വയസ്സ് കഴിഞ്ഞു. ഇനി അവൻ എത്ര കാലം ജീവിച്ചിരിക്കും? അവന്റെ അടിയന്തരം ഉണ്ടിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും പോവാം. കള്ളം പറഞ്ഞതല്ല. നരച്ച കൊച്ചിനെയും നരച്ച പെണ്ണിനെയും കൊണ്ടാ വരുന്നത് 8 വയസ്സിലും 9 വയസ്സിലും. എങ്ങനെയാണ് 9 വയസ്സ് നരയ്ക്കുന്നത്? നരവാർദ്ധക്യ സഹജമാണ്. എന്താ നരച്ചത്? കൊടുക്കുന്ന ആഹാരം, ജീവിത രീതി, തള്ളയും തന്തയും കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, കൊച്ചിനെ തന്നെ കൂടെ കിടത്തിക്കൊണ്ട് കാണിച്ച ദമ്പതിക്രിയയും മറ്റും. നിങ്ങളുടെ ആ കൈപൊക്കിയ ആളുകളുണ്ട്, അവരവരുടെ അച്ഛനും അമ്മയും കാണിക്കുന്ന ശൃംഗാരമോ മറ്റുള്ളതോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ചോദ്യം മനസ്സിലായില്ല. ആരോഗ്യശാസ്ത്രം എന്തെന്നറിയാതെ ആരെങ്കിലും പറയുന്നതും കണ്ട മാസികയെ വായിക്കുന്നതും, കുറെ വനിതാ മാസികകൾ, കുറെ ആക്ടിവിസ്റ്റുകൾ എഴുതിവിടാൻ, അതെല്ലാം വായിച്ചും പഠിച്ചും അതൊക്കെ അറിവാണെന്ന് തെറ്റിദ്ധരിച്ചും ഉള്ള സീരിയൽ കണ്ടും കുടുംബജീവിതം നടത്തിയിട്ട് ഉള്ള രോഗമൊക്കെ ആയിട്ട് ഇറങ്ങി മരുന്ന് കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയാൽ പോരാ. മര്യാദയ്ക്ക് ജീവിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. കാണുന്നതെല്ലാം തിന്ന് ഒരുമാതിരി വീർത്ത് ശരീരം മുഴുവൻ കോശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളർന്ന് അസംഗതമായി ശരീരം വികസിച്ച് അതിനൊക്കെ മരുന്ന് മേടിക്കാൻ നടക്കുക. അപ്പൊ സ്ലിം ആകണം, മരുന്ന് വേണം. ശരിയല്ല, ശരിയല്ല. ഹോർമോൺ ആദ്യം നിർത്തണം. ആദ്യം ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റണം. മര്യാദയ്ക്ക് ജീവിക്കണം. അത് പറ്റിയല്ല. അതൊന്നും തിന്നാതെ പറ്റിയല്ല. ദിവസം 5 കൊക്കോക്കോള കുടിക്കാതെ പറ്റിയല്ല. ശരിയല്ല. അങ്ങനെയുള്ള ഒരെണ്ണവും ഇവിടെ നിൽക്കരുത്. കണ്ടാ ഞാൻ കുടിക്കണം. ഇതിനെ പറ്റിയ കുറെ തള്ളയും തന്തയും. പിള്ളേരെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഴയ ആളുകൾ വളർത്തിയത് നോക്കി പഠിച്ചിട്ടുണ്ടാവണം. കുടുംബം എങ്ങനെ കൊണ്ടുപോകണം ആരോഗ്യമായി എന്നറിയണം. അല്ല ഡിഗ്രി ഉണ്ടായാൽ പോരാ. നിങ്ങൾ വിചാരിച്ചത് രാവിലെ വരുമ്പോൾ നിങ്ങളുടെ ഡിഗ്രിയൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസേരയൊക്കെ ഇട്ട് തന്ന് താഴെ ഇരുന്ന് സ്വാമി ഭവ്യമായി എഴുതി തന്ന് പോക്കറ്റിലുള്ളൊരു വലിയ നോട്ടും കൊടുത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചായിരിക്കും വന്നത്. ശരിയല്ല. അതുകൊണ്ട് വളരെ മര്യാദയ്ക്ക്, വളരെ ആലോചിച്ചിട്ട് മര്യാദാമസൃണമായി കുടുംബവും വീടും സമൂഹവും കൊണ്ടുപോകുമെങ്കിൽ മാത്രമേ മരുന്നിന് കയറാവൂ. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട പഥ്യങ്ങളെല്ലാം മാനസികമാണ്. ഈ പാത്രങ്ങൾ പ്രത്യേകം നോക്കണം. ഫ്രിഡ്ജ്, ഫ്രീസർ ഇവയിൽ പാചകം ചെയ്ത് വെച്ച യാതൊരു ഭക്ഷണവും കഴിക്കരുത്. ഫ്രിഡ്ജും ഫ്രീസറും അനുനാശകമല്ല. കഴിക്കുന്നതിന് മുമ്പ് ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് അതിലേക്ക് മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുക. നിങ്ങളെ എത്ര കളിപ്പിച്ചിരിക്കുന്നു ശാസ്ത്രമെന്ന് ആദ്യം മനസ്സിലാവും. എല്ലാ വൈറസുകളും, എല്ലാ അമീബകളും, എല്ലാ ബാക്ടീരിയകളും സുരക്ഷിതമായിരിക്കുന്നത് ഫ്രിഡ്ജിലും ഫ്രീസറിലുമാണ്. സൂര്യപ്രകാശം അടിച്ചാൽ അവയൊക്കെ പോകും. മനസ്സിലായില്ല? സംശയം? ഒന്ന്
മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാം, അതിനകത്ത് മുഴുവൻ വൈറസ് ഉണ്ട്, മുഴുവൻ അമീബയുണ്ട്, മുഴുവൻ ബാക്ടീരിയ ഉണ്ട്. ചിലത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അസുപ്തമായിരിക്കുന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ തണുപ്പിലാണ്. അതുകൊണ്ടാണ് അതിൽ വെച്ച് ഒരു വെള്ളം എടുത്ത് കൊച്ചിന് കൊടുക്കുമ്പോൾ ആദ്യം തൊണ്ടകാറൽ, 2 ആഴ്ച കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഈസോഫാഗൈറ്റിസ്, HPV വൈറസ് ബാധിച്ചതാണ്. അതിൽ നിന്നാണ് നിങ്ങൾ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ മുഖ്യമായ സെർവിക്സിലെ ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടുണ്ടാകുന്നത് വളരെ വിപുലമായി ഉണ്ടാകുന്നത്. കേരളത്തിൽ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ RCC നടത്തിയ വളരെ നിർണായകമായ പരീക്ഷണത്തിൽ 100% സ്ത്രീകളിലും HPV ബാധയുണ്ട്. പുരുഷൻ ബന്ധപ്പെടുമ്പോൾ ഇതും സ്വീകരിച്ചുകൊണ്ട് വേറൊരു സ്ത്രീക്ക് കൊണ്ട് കൊടുത്താൽ നാടും നഗരവും മുഴുവൻ വിറപ്പിക്കുന്ന HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതൊരുക്കുന്ന ക്യാൻസർ, സെർവിക്സിലെ ആ വൈറ്റ് ഡിസ്ചാർജ്, യെല്ലോ ഡിസ്ചാർജ്, അതിൽ ദുർഗന്ധം മുതലായവയൊക്കെ ഉണ്ടാകുന്നത് പാപ്പിലോമ വൈറസിന്റെ സംഭാവനയാണ്. ചില്ലറ രോഗമല്ല നിങ്ങൾ ശാസ്ത്രത്തിന്റെ പേരിൽ വാങ്ങിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജിലും ഫ്രീസറിലും പാചകം ചെയ്ത് വെച്ച് അതിൽ ഈ വന്നിരിക്കുന്നതിൽ പലരുടെയും വീട്ടിൽ ഒരാഴ്ചയിൽ ഒരിക്കലേ വേലക്കാരി വരുള്ളൂ. ഒരാഴ്ചത്തേക്കുള്ളത് 2 തട്ടി തള്ളി കയറ്റുക, എന്നിട്ട് ആവശ്യത്തിനെടുത്ത് മൈക്രോവേവ് ഓവനിൽ ചൂടാക്കുക. വേറെങ്ങുമല്ല ചൂടാക്കുന്നത്. മനസ്സിലായില്ല? എന്നിട്ട് മരുന്ന് മേടിക്കാൻ നടക്കുകയാണ്. മരുന്ന് കൊണ്ടുപോയാലൊന്നും രക്ഷപ്പെടുകയില്ല. കാരണം ഫ്രിഡ്ജും ഫ്രീസറും വന്ന പോലെ അതിനേക്കാൾ അപകടകാരിയായ മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവനിൽ ഒരണുവും ചാവില്ല തിളയ്ക്കുമ്പോ. പറഞ്ഞൊക്കെ നിങ്ങൾക്ക് പരീക്ഷ നോക്കാം. എന്നിട്ട് ചൂലുമായി വന്നുകൊണ്ടാൽ മതി എന്നെ തല്ലാൻ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ. അത് വിൽക്കുന്നവരൊക്കെ ഇതിന്റെ ഇടയിൽ നിൽപ്പുണ്ട്. അവർക്ക് ദേഷ്യവും വരാൻ തുടങ്ങും, കച്ചവടം കുറയുന്നതിന്. അതുകൊണ്ട് നേരെ പോയി ആദ്യം ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിക്കുക. ആദ്യം വിവരം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു ബ്രെഡ് എടുത്ത് വെളിയിൽ വെക്കുക, ഉറുമ്പ് കയറും. ആ ബ്രെഡ് എടുത്ത് മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുക, ആ ഉറുമ്പ് ചാവില്ല. ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ശ്രദ്ധിച്ചില്ല. കടം വാങ്ങിച്ചില്ലാത്ത കാശിന് ബ്ലേഡിൽ നിന്നും എടുത്ത് ഭാര്യയുടെ നിർബന്ധത്തിന് മേടിച്ചുകൊണ്ടുവന്ന സാധനമാണ്. ഇതുകൊണ്ടാണ് കുടുംബം പലപ്പോഴും മുടിഞ്ഞു പോകുന്നത്. ഈ മേടിച്ചുകൊണ്ടുവന്ന സാധനത്തിനകത്ത് ഒരു ബ്രെഡ് എടുത്ത് ഉറുമ്പ് കയറി എടുത്ത് വെച്ച് ആദ്യം ഒന്ന് പൊരിച്ചു നോക്കുക, ചാവൂല. നോക്കി ആരെങ്കിലും ഉണ്ടോ? അത് ചാവൂല. കാരണം വെച്ചാൽ അത് ടിഷ്യൂ കുക്കിംഗ് ആണ്, അല്ലാതെ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും അല്ല ചൂട്. അതുകൊണ്ട് ചാവൂല. കൂറ ചാവൂല, 8 കാലി ചാവൂല. ഏതും നിങ്ങൾക്ക് പരീക്ഷിക്കാം. അത് കഴിച്ചിട്ട് അതിൽ വിശ്വാസം പോരാൻ തോന്നിയാൽ സൂക്ഷ്മജീവികൾ ചാവുന്നുണ്ടോന്നറിയാൻ തൈര് തിളപ്പിക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന തൈര് മൈക്രോസ്കോപ്പിന് അടി വെക്കുക. കൈ കൊണ്ടെടുക്കാമല്ലോ. കാരണം സ്റ്റീൽ പാത്രമൊക്കെ കൈ കൊണ്ടെടുക്കാവുന്നതാണല്ലോ മൈക്രോവേവ് ഓവന്റെ മെച്ചം. ശരിയല്ല? എടുത്ത് നേരെ ഇതിന്റെ കീഴേക്ക് വെക്കുക, മൈക്രോസ്കോപ്പിന് കീഴേക്ക്. അതിനകത്ത് ലാക്ടോബാസില്ലൈ ചത്തിട്ടില്ല എന്ന് കാണാം. അത് നല്ലതാണ്. ലാക്ടോബാസില്ലൈ ചാകരുത്, ശരീരത്തിന് വേണ്ടതാണ്. ഓ, ഇത്രയും നല്ലൊരു സാധനം. കാരണം ലാക്ടോബാസില്ലൈ ചാകാതെ തൈര് ചൂടാക്കാവുന്ന സാധനം. തൈര് ചൂടാക്കിയാൽ വിഷമാകുന്നത് ലാക്ടോബാസില്ലൈ ചാകുന്നതുകൊണ്ടാണ്. അതിന്റെ അമിനോ അമ്ലങ്ങൾ വിഷമായി പരിണമിക്കുന്നത് കൊണ്ടാണ് ചൂടാക്കിയ തൈര് ഉപയോഗിക്കരുതെന്ന് വൈദ്യന്മാർ പോലും പറയുന്നത്. അത് ചൂടാക്കിയിട്ട് ചാകാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അസുലഭ ഭാഗ്യമാണ്, സമ്മതമാണ്. പക്ഷെ അത് ചാകാതിരിക്കുമ്പോൾ ഉടനെ നോക്കണം. സ്യൂഡോമോണല്ല ചാകുമോ? സ്ട്രെപ്റ്റോകോക്കി ചാകുമോ? കോളിഫോം ബാക്ടീരിയ ചാവുമോ? ഇതൊന്നും ചാവില്ല. അതൊക്കെ നോക്കിയിട്ടോ, എല്ലാം നോക്കി വെച്ചിട്ടാണോ എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് മരുന്ന് തന്നിട്ട് കുളവാകണ്ടെന്ന് വിചാരിച്ചവരാണ്. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടാണ്. ഏത് പുതിയ സാധനം ഇറങ്ങിയാലും ആദ്യം അത് പഠിച്ചിരിക്കണം. നിർബന്ധം പിടിച്ച് ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കി ടെസ്റ്റ് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പറഞ്ഞതെല്ലാം പറയുന്നത്. അതൊക്കെ നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താലും അങ്ങനെ തന്നെ റിസൾട്ട് കിട്ടും. അല്ല, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കിട്ടുക. അങ്ങനെ വരുന്നതല്ല ശാസ്ത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് പോയി നോക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പഠിക്കുക. മനസ്സിലായില്ല? വല്ലതൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പഠിച്ചാൽ പോരാ. അതെന്താണെന്നും അതെന്താണ് ചെയ്യുന്നതെന്നും ആരോഗ്യശാസ്ത്രത്തിൽ എന്ത് സംഭാവന ചെയ്യുമെന്നും ആദ്യം നോക്കിയിട്ട് വേണം. കാണുന്നതെല്ലാം മേടിച്ച് തിന്നരുത്. ഇത്രയൊക്കെ പാലിക്കാമെങ്കിൽ നിൽക്കാവും. ആരെയും ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. ഈ 3 എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുണ്ടെങ്കിൽ മരുന്ന് മേടിക്കണ്ട.
ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന ആദ്യമായി ഭാവനാത്മകമായി രൂപാന്തരപ്പെടുന്നത്, അവനില്ലാതെ രൂപപ്പെടുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. അപ്പോൾ തല്ലുകൊള്ളുന്ന അവൻ അനുഭവിക്കുന്ന വേദന നമ്മുടെ ഭാവനയുടെ അടിസ്ഥാനത്തിൽ, അവനത് രസം പോലും ആകാം. പക്ഷെ നമ്മൾ എങ്ങനെ ഭാവിക്കുന്നുവോ അങ്ങനെ അവനെ വേദനിപ്പിക്കുന്നതിന്റെ സുഖം വേദനയായി ആദ്യം നമ്മളിൽ രൂപാന്തരപ്പെടുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഒട്ടേറെ സ്രവങ്ങൾ വിസർജിക്കും. അഡ്രിനാലിൻ താറുമാറാകും, തൈറോയിഡ് ക്രമവിരുദ്ധമാവും, പിറ്റ്യൂട്ടറി എതിരാവും, ഫാഗോസൈറ്റ്സ് നിങ്ങൾക്ക് എതിരെ ഗൂഢാലോചനയും നടത്തും. ഇത്രയും പണി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് തല്ലാൻ പറ്റുള്ളൂ. ഇതോടെ തമ്പുരാന്റെ സൃഷ്ടിയുടെ വൈകല്യമാണ്. നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവനെ തല്ലാവുന്ന ഭാഗത്തിനല്ല, മറ്റുള്ളവനെ കൊല്ലാവുന്ന ഭാഗത്തിനല്ല, മറ്റുള്ളവനെ തെറിവിളിക്കാവുന്ന ഭാഗത്തിനല്ല. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സാമൂഹ്യ ഘടനയിൽ എല്ലാത്തിനെയും സമന്വയിപ്പിക്കാവുന്ന ഭാവത്തിലാണ്. അവിടെ തമ്പുരാൻ ഉണ്ടാക്കി വെച്ച ഈ ഒരൊറ്റ പ്രക്രിയ കൊണ്ട് ഏത് ആളെ ഉപദ്രവിച്ചാലും കോശം വേദനിക്കുകയും രോഗം അവിടെ പൊട്ടിവിടരുകയും പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത എന്ന പ്രമാണപ്രകാരം വ്യാധി ഉണ്ടാവുകയും ചെയ്യും. അത് രൂപാന്തരപ്പെട്ടാൽ പോകുന്നതിന് സൗമ്യത, മര്യാദ, അന്യനോടുള്ള സ്നേഹപൂർവകമായ ഇടപെടൽ, മര്യാദയ്ക്ക് അല്പം മരുന്ന് കഴിക്കൽ, ഇതൊക്കെ മാത്രമേ വേണ്ടൂ. അല്ല ഹിംസിക്കുന്നവൻ മരുന്ന് കഴിക്കണ്ട, മാറില്ല. കക്കരുത്. നിങ്ങളിൽ പലരും MBA-കാരാ. കക്കാനുള്ള പ്രത്യേക ഡിഗ്രിക്കായി പേര് പറയുന്നത്. കസ്റ്റമർ അറിയാതെ അവനെ കളിപ്പിക്കുന്ന ഡിഗ്രിക്കാണ് ഈ സാധനം. ശരിയല്ല. നിങ്ങൾ അമേരിക്കയിൽ പോയി പഠിക്കാനായിട്ട് പോകുമ്പോൾ ഇവിടെ ഞങ്ങളുടെ അയൽവക്കംകാരൻ ചാക്കോച്ചൻ ഇതിന്റെ ഡിഗ്രി എടുത്തിട്ടാ മത്തി വിൽക്കാൻ ഇറങ്ങുന്നത്. മത്തി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലെ പഠിക്കാൻ കൊണ്ടുവന്ന് സൈക്കിളെ കൊണ്ട് നിർത്തി മത്തി തൂക്കുന്ന സമയത്ത് ഇറങ്ങി വന്ന് മത്തി ചോദിക്കുന്ന ഏലിയമ്മയോട്, ഏലിയമ്മ മത്തി 1.5 കിലോ 2 കിലോ വേണമെന്ന് പറഞ്ഞു. 2 കിലോ മത്തി ചോദിച്ചപ്പം അവൻ ഏലിയമ്മ നോക്കി നിൽക്കെ മത്തി ഇങ്ങനെ വാരി ത്രാസിലേക്ക് ഇടുന്നതിനിടയിൽ ഒരു മത്തി വഴുതി താഴോട്ട് വീഴും. പുഴുത്ത മത്തി, അതിലെ ഏറ്റവും പുഴുത്ത മത്തിയിലൊരെണ്ണം, നല്ല മത്തിയിലൊരെണ്ണം അതാവോട്ട് വീഴും. ഏലിയമ്മ കുനിഞ്ഞെടുത്ത് ചട്ടിയിലേക്ക് ഇടുമ്പോൾ അവൻ 1.5 കിലോ മറിച്ചു കൊടുക്കും. അതിനാ MBA എന്ന് പറയുന്നത്. ഈ പണിയാ MBA. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണിച്ചു വെച്ചാൽ വന്ന് മരുന്ന് മേടിക്കുന്നെങ്കിൽ ഒരു ഫലവും കിട്ടുകയില്ല. അവിടെ താഴെ വീണ മത്തി 50 ഗ്രാം കൊടുത്ത് 1.5 കിലോ, 1 കിലോ 550 ഗ്രാം, 450 ഗ്രാം കളിപ്പിച്ചു. ഏലിയമ്മ നാട്ടുകാരോടൊക്കെ പറഞ്ഞു മത്തി മേടിക്കണമെങ്കിൽ ചാക്കോച്ചനോട് മേടിക്കണം. എനിക്കൊരെണ്ണം ഫ്രീയും കൂടെ കിട്ടി. അവൻ പോകാൻ നേരത്ത് ഒരെണ്ണം എടുത്ത് എന്റെ പൂച്ചയ്ക്കും കൊടുത്തു. എന്തൊരു നല്ല മനുഷ്യൻ, മനസ്സിലായില്ല. ഈ ഡിഗ്രിയാ ഇന്ന് പഠിക്കാൻ ഈ അമേരിക്ക വരെ മക്കളെ വിടുന്നത്. എങ്ങനെ ഇവനൊക്കെ നേരെ ജീവിക്കും? മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള സാധനം അല്ല ഇത്. ദേഷ്യം വരാവുന്നതല്ല, ശരിയല്ല. തല്ല് വാങ്ങിക്കാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എന്തോ എന്റെ ഭാഗ്യമോ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യമോ കൊണ്ട് തല്ല് കൊണ്ടില്ല എന്ന് വിചാരിച്ചാണ്. അത് നല്ലപോലെ ആലോചിച്ച് നോക്കുക. ഈ കളിപ്പീര് കളിപ്പിക്കുമ്പോൾ 450 ഗ്രാം കുറവ് രേഖപ്പെടുത്തുന്നത് ചാക്കോച്ചന്റെ മസ്തിഷ്കത്തിലാണ്. ഏലിയമ്മയ്ക്ക് 2 കിലോയും 1 മത്തിയും കൂടുതൽ കിട്ടിയതായാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഏലിയമ്മ സന്തുഷ്ടയാണ്, മനസ്സിലായില്ല. ഈ 450 ഗ്രാം കുറവ് രേഖപ്പെടുത്തുമ്പോൾ അവന്റെ ഒരു സ്റ്റെം സെൽ അടുത്ത വിഭജനത്തിന് പോകുമ്പോൾ അത് സ്റ്റെം സെല്ലായി വിഭജിക്കുന്നതിന് പകരം എൻ സെല്ലായി വിഭജിച്ചാൽ, ആ ഒരൊറ്റ വൈകാരികത കൊണ്ട് എൻ സെല്ലായി വിഭജിച്ചാൽ അവന്റെ പ്രായം നേരെ ഇരട്ടിയായി. മൃത്യുവിലേക്ക് അവന്റെ യാത്ര 60-ൽ പോകേണ്ടത് 40-ലായി. അത് തടയാൻ വൈദ്യശാസ്ത്രത്തിനാവില്ല. വൈദ്യശാസ്ത്രം എഴുതുന്നതിന് മുമ്പ് മനുഷ്യ സൃഷ്ടി എഴുതി വെച്ച തമ്പുരാന്റെ ലിഖിതം വായിക്കണം, പടച്ചോന്റെ ലിഖിതം. അത് വായിച്ച് മര്യാദയ്ക്ക് ജീവിക്കണം. അത് വായിക്കാതെ ഉള്ള ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെച്ചതും വായിച്ച് കളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ ഹിംസ കഴിഞ്ഞാൽ സ്തയം ചെയ്യുന്നുവെങ്കിൽ ഒരു മരുന്നും കയറുകയില്ല. ഏത് ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പഠിക്കാം. കാരണം നിങ്ങൾക്ക് ഫാഗോസൈറ്റ്സും നിങ്ങൾക്ക് എൻസൈമുകളും ഹോർമോണുകളും ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അത്രയും വികാരങ്ങളാണ്. അതുകൊണ്ട് മരുന്ന് കൊണ്ടുപോയി കൊട്ടക്കണക്കിന് കഴിച്ചാൽ പോരാ. നല്ലപോലെ ആലോചിച്ചിട്ട് മരുന്ന് മേടിച്ചാൽ മതി. മരുന്ന് വെറുതെ കൊണ്ട് കളയണ്ട, കുടം കമത്തി വെള്ളം ഒഴിക്കുന്ന പോലെ. അതുകൊണ്ട് ഇന്നു മുതൽ കക്കരുത്.
ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. മനുഷ്യനിലെ മുഴുവൻ ഹോർമോണുകളും ഒന്നിച്ചൊഴുകി വരുന്നതാണ് ലൈംഗികത. അതുകൊണ്ട് പഴയ അച്ഛനമ്മമാർ, ഞാൻ മുമ്പ് കൈപൊക്കാൻ പറഞ്ഞവർ, കൈപൊക്കിയപ്പോൾ അവരുടെ ലൈംഗികതയൊന്നും പിള്ളേര് കണ്ടല്ല വളർന്നേ, അത് പരസ്യമായിരുന്നില്ല. ശരിയാണോ? ഉള്ളതുകൊണ്ട് അരി നോക്കി വാങ്ങിക്കും, തുണി നോക്കി വാങ്ങിക്കും, സാധനങ്ങൾ നോക്കി വാങ്ങിക്കും. ഇന്ന് നിങ്ങൾ പരസ്യ പലകയിലെ നഗ്നത നോക്കി വാങ്ങിക്കും. നിങ്ങൾ എത്ര അധപ്പതിച്ചുവെന്നും എത്രത്തോളം വൈകാരികമായി തകർന്നുവെന്നും എത്രത്തോളം ആരോഗ്യമില്ലാത്തവരും ന്യൂറോസിസ് ഉള്ളവരുമാണ് നിങ്ങളെന്നും ഞരമ്പ് രോഗികൾ മാത്രമായി മാറിയിട്ടുണ്ടെന്നും നിങ്ങളെ നോക്കി അറിയാം. എന്നിട്ട് എന്തിനായി മരുന്നെല്ലാം മേടിക്കാൻ വരുന്നത്? മനസ്സിലായില്ല. പോകുന്നവനൊക്കെ കണ്ട് വെള്ളം വീറാൻ ശരിയല്ല. എന്നിട്ട് സംസ്കാരം, പരിഷ്കാരം, ഇത് ഉദ്ഘാടനം പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതൊക്കെ പാലിക്കുക വലിയ പാടാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? വലിയ പ്രയാസമല്ലേ ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ? കാരണം ഞങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്ന ഒരു സയൻസാണ്, ഒരു ആർട്ടല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അടിച്ചുപൊളി ജീവിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ ആ ജീവിതം പോകാം, വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ മരുന്ന് കഴിക്കുന്നുവെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങനെ ജീവിക്കണം. അതിന് പറ്റുമെങ്കിൽ നിന്നാൽ മതി. പൈശുനം, കുശുമ്പ് പറയരുത്. ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയുന്ന അതിനിടയിൽ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സ്വരം എൻ്റെ സ്വരമാണ്. അതിനിപ്പുറത്ത് പറഞ്ഞതിൽ പാരുഷ്യമുണ്ട്, അതുപോലും രോഗം ഉണ്ടാക്കും. കാരണം ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്. അത് ചൂടാകുക. ഇപ്പൊ തിരിച്ചാണ്. ശരിയല്ല. അവൻ 2 രൂപ കൂടുതൽ ചോദിച്ചാല് ഫോട്ടോ കൊടുക്കും മനുഷ്യ, നാട്ടുകാർ കാണുമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന പഴയ കാലത്ത് പെണ്ണുങ്ങൾ. അതുകൊണ്ട് അവൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ മാറണം. നിങ്ങൾക്ക് മാറണ്ട, പക്ഷെ ഞാൻ മരുന്നെടുത്ത് തന്നാ മാറണം. കാരണം അല്ലേ ഞാൻ ഈ പണിയും കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രയോജനം അനുദ്ദിശ്യ മന്ദോബീന പ്രവർത്തത. മന്ദബുദ്ധി പോലും പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യില്ല. മാറുകേല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനും ഇതിനകത്ത് കയറരുത്. 2, നിങ്ങൾ ഒരിക്കലും സ്വതന്ത്രരല്ല എന്ന് വിചാരിക്കണം. അപ്പൊ വളരെ ആലോചിച്ചിട്ട് പണിക്ക് തന്നാൽ മതി. അതുകൊണ്ട് പെണ്ണുങ്ങൾ വിവരമുള്ളവർ ഭർത്താക്കന്മാരെയും വിളിച്ച് സ്ഥലം വിടുന്നതാണ് പുരോഗതിക്ക് നല്ലത്. ഈ വേണ്ടാസനത്തിന് ഒരുങ്ങാതെ ഇത് വളരെ ആലോചിച്ചിട്ട്. ഇനി മരുന്നെഴുതുന്നതിൽ പറിച്ചെടുക്കാവുന്ന മരുന്നുകളാണ് ഉത്തമ മരുന്നുകൾ. മുക്കുറ്റി, തിരുതാളി, നിലംപരണ്ട ഒക്കെ. അത് പറിക്കുമ്പോൾ തൊട്ടുരിയാടാതെ പറിക്കണം. അതിന്റെ പ്രഭാവം നിങ്ങളുടെ വാക്കുകൊണ്ട് പോലും മാറുന്നതാണ്. ആയുർവേദത്തിൽ മരുന്നുകളെ പഠിക്കുന്നത് സസ്യങ്ങളും മെറ്റലുകളും മിനറലുകളും എല്ലാം അന്തശ്ചേതനങ്ങളും മനുഷ്യനും മൃഗവും ബഹിരന്തശ്ചേതനവുമാണ്. ഒരു മരുന്നാകണമെങ്കിൽ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കണമെങ്കിൽ അതിസൂക്ഷ്മമായ അതിന്റെ കൊളോയിഡൽ പ്രോപ്പർട്ടി, അതിന്റെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഇവയൊക്കെ ഉണർത്തിയാൽ മാത്രമേ അത് മരുന്നാവൂ. അങ്ങനെ ആകണമെങ്കിൽ അത് മൈക്രോ തലത്തിലും സൂക്ഷ്മമായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ തരുന്ന അരിഷ്ടങ്ങൾ, ആസ്തവങ്ങൾ, കൃതങ്ങൾ, ലേഹ്യങ്ങൾ, ഗുളികകൾ, ഭസ്മങ്ങൾ ഇവയൊക്കെ ഞങ്ങളുടെ കണക്കിന് ആയുർവേദം അതിസൂക്ഷ്മമായ നാനോ തലത്തിൽ ഉണ്ടാക്കിയവയാണ്. അത് നിങ്ങൾക്ക് സംശയമുള്ള വിദ്യാസമ്പന്നരുണ്ടെങ്കിൽ, പറഞ്ഞാൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞ് മരുന്ന് എഴുതി കഴിഞ്ഞ് ഇവിടെ നിന്നാൽ എൻ്റെ തെളിവും കാണിച്ചു തരാം. വെറുതെ പറഞ്ഞതല്ല, ബ്ലഫ് ചെയ്തതല്ല. ഞങ്ങൾ തരുന്ന മരുന്നുകൾ നാനോ തലത്തിലും സൂക്ഷ്മമാണ്. അങ്ങനെയാണ് കൽച്ചട്ടിയിലും ചട്ടിയിലും ഉരുളിയിലുമൊക്കെ പഴയ കാലത്ത് മരുന്നുണ്ടാക്കിയത്. സ്വർണത്തിന്റെ ചേർച്ചയുള്ള, സ്വർണ്ണ ലയിച്ചു ചേർന്നിട്ടുള്ള സാരസ്വതാരിഷ്ടം എടുത്ത് ഒരു നാനോസ്കോപ്പിലേക്ക്, ഒരു ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് നോക്കിയാൽ 1.76 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള സോലുബിൾ ഡിസ്കോയിഡബിൾ നാനോ ഡിസ്കുകളാണ് കിട്ടുക. നാനോ പാർട്ടിക്കിൾസ് അല്ല, നാനോ വയേഴ്സ് അല്ല, നാനോ ട്യൂബ്സ് അല്ല, സോലുബിൾ ഡിസ്കോയിഡൽ നാനോ ഡിസ്കുകൾ. ഇത് ഞങ്ങൾ ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ഈ അരിഷ്ടങ്ങളും ആസവങ്ങളും അതുപോലെ തന്നെ കഷായങ്ങളും സാമ്പിളായി അയച്ച് ഇന്ത്യയിലെ നാനോസ്കോപ്പുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടന്നിട്ട് അവർ തെറി പറഞ്ഞപ്പോൾ നിരാശരാകാതെ ഞങ്ങൾ അവിടെ അയച്ച് അവരുമായൊരു കൊലാബറേഷനിൽ വളരെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അതിന്റെ പേപ്പറുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതാൾ വന്നാലും ബോധ്യപ്പെടുത്തി തരാം. അതുകൊണ്ട് ആയുർവേദ മരുന്നുകൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ അന്ന് ഉണ്ടാക്കിയതാണെങ്കിലും അത് ഏറ്റവും മോഡേണാണ്. അതെടുത്ത് വയ്ക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം. സംസാരിക്കുന്നത് അടുക്കിയിരിക്കുമ്പോൾ ഭവ്യമായിരിക്കണം. നിങ്ങളുടെ സംഭാഷണം, നിങ്ങളുടെ പെരുമാറ്റം, ഇതെല്ലാം
അതിസൂക്ഷ്മങ്ങളായ പാർട്ടിക്കിളിലേക്ക്. എപ്രകാരമാണോ വളരെ ക്ലാസിക്കൽ ഫിസിക്സിൽ ഒരു ഫോട്ടോണിനെ നിങ്ങൾ നോക്കുന്ന വേളയിൽ അതിന്റെ ദിശ നോക്കിയാൽ അതിന്റെ വേഗത മാറുകയും അതിന്റെ വേഗത നോക്കിയാൽ ദിശ മാറുകയും ചെയ്യുന്നത്, അതേപോലെ ഏത് തലത്തിൽ വെക്ടർ ക്വാണ്ടിറ്റിയെ നോക്കിയാലും നിങ്ങൾ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു നോട്ടം പോലും വസ്തു തിരിച്ചറിയുകയും ദ്രവ്യം അതിന്റെ ഏറ്റവും സൂക്ഷ്മ പരിണാമത്തിൽ വെച്ച്, ആയുർവേദം അത്രയും സൂക്ഷ്മമായി അണു, പരമാണു, ധനാണു, ഋണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു, മർമാണു പര്യന്തം എത്തിയെടുത്തിരിക്കുന്ന ഔഷധങ്ങളാണ്. അത് നിങ്ങളുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കുന്നത് കൊണ്ടാണ് രോഗം മാറുന്നത്. നിങ്ങൾ കഴിക്കുന്ന പല ആധുനിക മരുന്നുകളും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. വളരെ ആലോചിച്ചും വളരെ ശ്രദ്ധിച്ചും വളരെ മര്യാദയ്ക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ കയറിയാൽ മതി. രോഗം ഏത് നിലയിലുള്ളതായാലും മര്യാദയ്ക്കാണ് കഴിക്കുന്നതെങ്കിൽ മാറും, മാറിയില്ലെങ്കിൽ മര്യാദ ഇനിയും പോരാൻ തന്നെ തീരുമാനിക്കണം. ആലോചിച്ചിട്ട് കയറിയാൽ മതി. വളരെ നന്നായി ആലോചിച്ചു പറയാവുന്നതിന്റെ മാക്സിമം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പ്രായമായ തന്തയും തള്ളയൊക്കെ ഓൾഡ് ഏജ് ഹോമിലും കൊണ്ടുവിട്ട് വീട്ടുമുറ്റത്ത് അവര് വല്ല രോഗവും വന്നാൽ പറിച്ചു കഴിക്കാവുന്ന മുത്തങ്ങയോ തിരുതാളിയോ നിലമ്പരണ്ടയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർണിപ്പോയ ഭർത്താവ് കാശയച്ചു തരുന്നതിന്റെ പേരിൽ 2 കൂലിക്കാരെ നിർത്തി ആഴത്തിൽ കിളപ്പിച്ച് അത് മുഴുവൻ എടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞിനി മുറ്റത്ത് പിടിച്ചുകൂടാ എന്ന് തീരുമാനിച്ച് ആർക്കും പ്രയോജനമില്ലാത്ത മൊസാണ്ടയും ഇറ്റാലിയൻ പുല്ലും കൊണ്ട് വെച്ച് പിടിപ്പിച്ച് അതിന് ചുറ്റും ഭാര്യയും ഭർത്താവോട് നൃത്തവും ചെയ്ത് അതിന് പതിവായി വെള്ളവും കോരി ആർക്കെങ്കിലും 4 മണിക്ക് വന്നാൽ ഒരു ചായ കൊടുക്കാൻ തള്ളയോ തന്തയോ നിർത്തിയിരുന്ന പശുവിനെ വെട്ടുകാരന് പിടിച്ചു കൊടുത്ത്, അപ്പൊ അയൽവക്കംകാരൻ വന്ന് ചനയുള്ള പശുവാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം വളർത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഇറങ്ങിച്ചെന്ന് തന്റെ തള്ളയുടെ മോന്ത എനിക്ക് ഓർമ്മ വരും. പശുവിനെ കാണുമ്പോഴൊക്കെ അയൽവക്കത്തത് പറ്റുകയില്ല, വെട്ടുകാരന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുപ്പിച്ച് അത് കഴിഞ്ഞ് 4 മണിക്ക് വല്ലവരുമൊക്കെ വീട്ടിലേക്ക് കയറി വരുമെന്നുള്ളത് കൊണ്ട് ആളുകളെ വരട്ടാൻ കുറയ്ക്കാൻ ഒരു അൽസേഷ്യൻ നായെ 50,000 കൊടുത്ത് വാങ്ങിച്ച് അതിനൊരു കൂടിനകത്ത് 50,000-ന്റെ ഒരു കൂട് ഉണ്ടാക്കി അതിനകത്ത് മാർബിളും ഒക്കെ ഇട്ട് അതിനെ കിടത്തി, അതും കഴിഞ്ഞ് അതിന് പാലും പഴവും പഞ്ചസാരയും മറ്റേ മീനും ഇറച്ചിയും ഒക്കെ മേടിക്കാൻ നമ്പൂരിയാണെങ്കിലും ഭാര്യയോടൊപ്പം പോയി അത് മേടിച്ചു കൊണ്ടുവന്ന് കുട്ടാ കുഞ്ഞെന്ന് തന്തയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിലും കൊടുത്ത് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിൽ നിന്ന് ഒരുത്തനും മരുന്നിന് നിൽക്കണ്ട. അവന്റെ രോഗം മാറിക്കൂടാ. മനുഷ്യൻ മര്യാദക്കാരനാകുന്ന യുഗത്തിൽ കൊടുക്കാവുന്ന മരുന്നുകളാണ് ഞങ്ങൾ തരുന്നത്. നല്ലപോലെ മനസ്സ് മാറുമെങ്കിൽ ആലോചിച്ച് ഭാര്യയോടും പിള്ളേരോടും ഒക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുന്ന് വണ്ടിയെ പോയിരുന്ന് ആലോചിച്ച് ശരിക്ക് തീരുമാനം എടുത്തിട്ട് ഇങ്ങോട്ട് വലത്ത് കാലത്തിൽ കയറിയാൽ ക്ലിയറായി. പറയാവുന്ന ഒരുമാതിരി മര്യാദയുടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിക്കുക, എന്നിട്ട് കയറുക. ആദ്യമായിട്ട് പേരെഴുതാത്തവരുണ്ടെങ്കിൽ അവർ ക്യൂ ആയിട്ട് നിൽക്കുക, പേരെഴുതാം. ബാക്കിയുള്ളവരെ ഓർഡറിൽ വിളിക്കാം. പറഞ്ഞത് ശരിയല്ലല്ലോ? ശരിയാണോ? പറഞ്ഞത് ശരിയാണോ? ഒരു കമ്പ്യൂട്ടറും കുറെ പേപ്പറും കുറെ പേന കുത്തിവെക്കാനുള്ള സാധനവും കറങ്ങുന്ന കസേരയും ഒരു AC റൂമും ഇതൊന്നും അല്ല ജീവിതം. ജീവിതം അവനവന്റെ ശരീരത്തിനകത്തിരിക്കുന്ന കോശവും കോശാന്തരവും ചേർന്നതാ. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ വിവരമുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. വല്ലതും മനസ്സിലാവുമോ? വല്ലതും തലയിൽ കയറുമോ? തലയിലൊരു ഇരിപ്പുണ്ടോ ഇതുവല്ലോ കയറാൻ? കട്ടിയല്ലേ? ശരിയല്ലേ ഇത്? അല്ലേ? ഇങ്ങനൊന്നും പറയരുതല്ലേ? ശരിയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാവോ? അല്ലേ? എങ്ങനെയാ തോന്നുന്നേ? അതുമില്ല മറുപടി. പുരുഷന്മാര് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സ്വന്തം തള്ള ഭാര്യയോട് നല്ലപോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അത് സഹിക്കവയ്യാതെ അവള് നിങ്ങളോട് മല്ലടിച്ചിട്ടാ ഇപ്പൊ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റുന്നു.
രാവിലെ വണ്ടിയും പിടിച്ച് അവളെ കൊണ്ടുവന്നിരിക്കുക ഇത് കേൾപ്പിക്കാൻ. പോകുന്ന വഴിക്ക് അവള് നിന്റെ തള്ള പറഞ്ഞത് പോരാഞ്ഞിട്ടാ നീ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് 4 ഇടിക്ക് വഴിയുണ്ട്. സൂക്ഷിച്ചൊക്കെ ഇതിന്റെ കൂടെ പോണം. മുഴുവൻ സാധനം തന്നുവിടണ്ടേ? കറ തീർത്ത് തന്നുവിടണ്ടേ? ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ ഇവിടെ തല്ലാൻ നേരത്ത് അതും സ്വാമി പറഞ്ഞതായിരുന്നല്ലോടി എന്ന് പറയാൻ ഒരു മനസമാനത്തോടെ തല്ലുകൊള്ളാൻ ശരിയല്ല. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത് നിങ്ങൾ ആലോചിക്കുക. കുട്ടികൾക്ക് ഈ രോഗം ഒന്നും വന്നില്ല, തള്ളമാർക്ക് വന്നില്ല. അതിനേക്കാളോ ഒക്കെ അപ്പുറം ഈ ഇരിക്കുന്ന വയസ്സായവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം സത്യസന്ധമായെന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് ഇന്ന് നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ മെൻസുറൽ പീരീഡ് കഴിഞ്ഞ് പരിചയമില്ലാത്തൊരു പുരുഷന്റെ കൂടെ പരിചയമില്ലാത്തൊരു സ്ത്രീ ആദ്യമായി വിവാഹം കഴിച്ചു പോയി 10ഓ 15ഓ കുട്ടികൾ ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു കുഞ്ഞ് ആ വീട്ടിൽ തന്റെ തള്ളയുടെയും തന്തയുടെയും ശൃംഗാര ചേഷ്ടയോ അവർ തമ്മിലുള്ള കെട്ടിപ്പിടുത്തമോ അവർ തമ്മിലുള്ള ദമ്പതിക്രിയയോ കാണാനോ കേൾക്കാനോ അവരെങ്ങനെയാണെന്ന് ജീവിക്കുന്നത് അറിയാനോ പറ്റാത്ത വിധത്തിൽ അതീവ നിഗൂഢവും സ്വകാര്യവുമായിരുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള ജീവിതമെങ്കിൽ, ഒരു പ്രാവശ്യം പോലും ഡൈവോഴ്സ് നോട്ടീസ് അയച്ചില്ലെങ്കിൽ, തമ്മിൽ അടിച്ചില്ലെങ്കിൽ, ഇറക്കി വിട്ടില്ലെങ്കിൽ, അന്ന് വിദ്യാഭ്യാസമില്ലാത്ത അവരുടെ മാനസികാരോഗ്യം എത്രയായിരുന്നു? ചോദ്യം മനസ്സിലായില്ല. വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് മാനസികാരോഗ്യം വന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് തകർക്കുക മാത്രമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും കലയും സംസ്കാരവും നിങ്ങളുടെ പരിഷ്കാരങ്ങളും നിങ്ങളുടെ പ്രഭാഷണങ്ങളും നിങ്ങളുടെ മതങ്ങളും നിങ്ങളുടെ ജാതികളും. നിങ്ങളിന്ന് ചാനലുകളിലെ സീരിയൽ ഓൺ ചെയ്തു വെച്ച് അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും റിയാലിറ്റി ഷോ കാണാൻ വേണ്ടി ഓടിപ്പോയിരിക്കുമ്പോഴും നിങ്ങൾ മേധാവികളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുമ്പോഴും എല്ലാം നിങ്ങളുടെ മനസ്സിനെ ആരോഗ്യമില്ലാതാക്കുന്ന ലൈംഗിക വൈകാരികതയുടെയും വികലങ്ങളായ അറിവുകളുടെയും കേന്ദ്രമാക്കി പരസ്പര ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും ഭാവങ്ങൾ മാത്രം കിട്ടുകയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ആരോഗ്യം ഉണ്ടാകുന്നത്? ഈ മതമേധാവികൾ ഇല്ലാതിരുന്ന കാലത്ത്, ഈ മതങ്ങൾ പഠിപ്പിക്കാത്ത കാലത്ത്, ഈ ആധ്യാത്മിക ആചാര്യന്മാർ സന്യാസിമാർ ഉൾപ്പെടെ പ്രസംഗിച്ച് നടക്കാത്ത കാലത്ത്, ഈ സംഘടനകളെല്ലാം മനുഷ്യനെ നന്നാക്കാൻ ഇറങ്ങാത്ത കാലത്ത്, നിങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസവും അധ്യാപകരും ഇല്ലാത്ത കാലത്ത്, നിങ്ങളുടെ ഭരണാധികാരികൾ പരിഷ്കൃതരാകാത്ത കാലത്ത്, ആഗോളവൽക്കരണം വരാത്ത കാലത്ത് മനുഷ്യൻ നിങ്ങളെക്കാൾ മാനസികാരോഗ്യത്തിൽ ജീവിച്ചു എങ്കിൽ ആരോഗ്യത്തിന്റെ തത്വശാസ്ത്രം കിടക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കൃതിയിലും പണത്തിലുമല്ല എന്ന് തിരിച്ചറിയാൻ ഒരു കിഴങ്ങുണ്ണിക്ക് പോലും കഴിയും. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ചോദ്യം കടന്നുപോയോ? ഇതറിഞ്ഞിട്ട് മതി ഇവിടുന്ന് മരുന്ന് മേടിക്കാൻ. മരുന്നുകൊണ്ടല്ല രോഗം മാറുന്നത്, മനസ്സ് നന്നാകുന്നതുകൊണ്ട്. അത് ആദ്യത്തെ ചികിത്സയാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവന് സമാധാനവും ആരോഗ്യവും അവന്റെ കോശങ്ങൾക്ക് ഋജുവായ പരിണാമവും ഉണ്ടാകും. ഒരിടത്ത് ചെന്നാൽ അവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അവന്റെ ഇടപാട് എങ്ങനെയാണ്, അവന്റെ വാക്കെങ്ങനെയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവന്റെ വാക്കിലും മനസ്സിലും ആരോഗ്യമുണ്ടായിരുന്നാൽ മാത്രമേ ശാരീരിക ആരോഗ്യം കിട്ടൂ. കാരണം മനസ്സും വാക്കുമാണ് അവന്റെ അന്തശ്ചേതനയെ ഉണർത്തുന്നത്. ആ അന്തശ്ചേതനയെ ഉണർത്തുമ്പോൾ അന്തശ്ചേതനാപരങ്ങളായ ഔഷധങ്ങൾ കൊടുക്കണം. സ്ഥൂലമായ ഔഷധങ്ങൾ കൊണ്ടൊന്നും രോഗം മാറില്ല. ഞാൻ പറഞ്ഞതല്ല, ചരകൻ. ശാശ്വതോയം ആയുർവേദ അനാദിത്വാത് ഭാവ സ്വഭാവ നിത്യത്വാത് സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്. ഞങ്ങളിവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല നിങ്ങളെ ആകർഷിക്കാൻ. അങ്ങനെ വെച്ചാൽ നിങ്ങളോട് ഇങ്ങനെ പറയാൻ മേല. ഞങ്ങളിവിടെ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ തല്ലു വാങ്ങിക്കും. ശരിയല്ല. നിങ്ങൾ സ്വയം വന്നു കയറി കേൾക്കുന്ന ആരെങ്കിലും പറഞ്ഞു കേട്ട് വരുമ്പോ നല്ല പോലെ ആലോചിക്കണം, ഞങ്ങൾ തരുന്ന മരുന്ന് എന്താണ്. ദ്രവ്യം അതിന്റെ മൈക്രോ ലെവലിലോ മാക്രോ ലെവലിലോ ഔഷധമല്ല.
അത് ഇനർട്ടാണ്. ഒരു ചെടി സെൻസിറ്റീവ് അല്ലാത്ത എല്ലാ ചെടിയും ഇനർട്ടാണ്. അതിന് ഔഷധം പ്രയോഗഹേതുവാവില്ല. ദശപുഷ്പങ്ങൾ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ്. മനസ്സിലായില്ല? തൊട്ടാവാടി സെൻസിറ്റീവാണ്, അരുത സെൻസിറ്റീവാണ്. അവയൊക്കെ ഔഷധമായി തന്നെ പ്രകൃതി സൃഷ്ടിച്ചതാണ്. മണിക്കൂർ അങ്ങനെ പണിയേ